ഇംഗ്ലീഷ് ഫീലിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള PSC എക്സാമിന് തയ്യാറെടുക്കുന്നവർക്കായി ഇംഗ്ലീഷ് ഗ്രാമർ കംപ്ലീറ്റ് ആയി പഠിപ്പിക്കുന്ന യൂട്യൂബ് വീഡിയോ സീരീസിലെ 7ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് പഠിച്ചു അല്ലേ? പ്രസൻറ്റ് കണ്ടിന്യൂസ് ഏതൊക്കെ സമയത്ത് എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്ന് നമ്മൾ പഠിച്ചു. എന്നിട്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടായിരുന്നു, എക്സസൈസ് ആയിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും അത് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് നമുക്ക് 1 by 1 ആയിട്ട് ഇപ്പോൾ നോക്കാം. ക്ലിയർ ആണല്ലോ? നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐ ഡാഷ് ടു ചെന്നൈ ടു നൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താ പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഒരു കാര്യം ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു കാര്യത്തിന് നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസിൽ പറയാമെന്ന് പറഞ്ഞു അല്ലേ? അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്തായിരിക്കും ആൻസർ കിട്ടുക? ഇതിനകത്ത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ഏതാ ഉള്ളത്? ഐ ആം ഗോയിങ് അല്ലേ? പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ റൂൾ എന്തായിരുന്നു? സബ്ജക്റ്റ് പ്ലസ് ആം ഓർ ഈസ് ഓർ ആർ പ്ലസ് വെർബ് പ്ലസ് ING പ്ലസ് ഓബ്ജക്റ്റ്. ഇവിടെ ഐയുടെ കൂടെ ആം അല്ലേ വരുള്ളൂ. അപ്പം നമുക്ക് ഐ ആം ഗോയിങ് ടു ചെന്നൈ ടു നൈറ്റ് എന്ന് പറയാം. ക്ലിയർ ആണോ? ഇനി നമുക്ക് ഇതിനകത്ത് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാം. എങ്ങനെയാ? നമ്മളിത് ടു നൈറ്റ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഇന്ന് രാത്രി. അപ്പം അത് പാസ്റ്റിൽ വരത്തില്ലെന്ന് നമുക്കറിയാം. അപ്പം വാസ് ഗോയിങ് വരത്തില്ല. വിൽ ഗോയിങ് എന്നൊരു പ്രയോഗം ഇല്ല നമുക്ക്. ഫ്യൂച്ചർ കണ്ടിന്യൂസ് വരണമെങ്കിൽ തന്നെ വിൽ ബി ഗോയിങ് എന്ന് പറയണം അല്ലേ? അപ്പം അത് രണ്ടും കട്ടായി കഴിഞ്ഞാൽ ആൻസർ എന്താ? ഐ ആം ഗോയിങ് എന്നേ വരത്തുള്ളൂ. ക്ലിയർ ആണല്ലോ? അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നമുക്ക് റൂൾ അറിയാമെങ്കിൽ റൂൾ വെച്ചിട്ട് എഴുതാം, അല്ലെങ്കിൽ ഈ എന്താ പേരുന്ന ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്തിട്ടും ആൻസർ ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ? മൈ അങ്കിൾ ഡാഷ് ടുമോറോ. ഈസ് റീച്ചിങ്, വിൽ റീച്ചിങ്, ഹാസ് റീച്ചിങ്. ഇതിനകത്ത് വിൽ റീച്ചിങ്ങും ഹാസ് റീച്ചിങ്ങും വരത്തില്ലെന്ന് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. നമ്മൾ പഠിച്ച റൂൾസിലൊന്നുമില്ല ഇതിങ്ങനെ വിൽ റീച്ചിങ് എന്നും വിൽ ബി റീച്ചിങ് എന്ന് വരും, അല്ലെങ്കിൽ ഹാസ് റീച്ച്ഡ് എന്നേ വരത്തുള്ളൂ. അപ്പോൾ അത് രണ്ടും അല്ലാത്തതുകൊണ്ട് ഈസ് റീച്ചിങ് എന്ന് മനസ്സിലാവും. അല്ലാത്ത പക്ഷം നമുക്ക് വേറൊരു റൂൾ നമ്മൾ പഠിച്ചത് വെച്ചിട്ട് നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് നമുക്ക് ഏത് സമയത്ത് ഉപയോഗിക്കാൻ പറ്റും? ഒരു ആക്ഷൻ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലോ അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിലോ നമുക്ക് അതിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാമെന്ന് വെച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഐ ഡാഷ് ദ ആൻസർ ടു ദ ക്വസ്റ്റ്യൻ. ഇതിനകത്ത് എന്താ? നോസ്, ഐ ആം നോയിങ്, നോ ആണ്. ഇതിൽ നമ്മൾ ഒരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് വേർഡുകൾ അതിൻ്റെ അർത്ഥം വെച്ചിട്ട് നമ്മൾ കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കത്തില്ല. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രസൻറ്റ് കണ്ടിന്യൂസിൽ ഉപയോഗിക്കത്തില്ല എന്ന് നമ്മൾ പഠിച്ചു. അത് ഏതൊക്കെ വേർഡാ? അതിൽ പെടുന്ന ഒരു വേർഡല്ലേ നോ. അപ്പം ഐ നോ ദ ആൻസർ ടു ദ ക്വസ്റ്റ്യൻ എന്നല്ലേ വരത്തുള്ളൂ. ഇവിടെ കണ്ടിന്യൂസ് വരത്തില്ല. അപ്പോൾ ആൻസർ എന്താണ്? നോ ആണ്. ക്ലിയർ ആണല്ലോ? ഇനി ദ ഹെഡ് മാസ്റ്റർ ഡാഷ് ടു സ്പീക്ക് ടു യു. ഇവിടെയും സെയിം ആണ്. നമ്മൾ കുറച്ച് വേർഡ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടിന്യൂസിൽ വരത്തില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാൺസ് വരും. ഇപ്പോൾ വാണ്ടും വരത്തില്ല എന്ന് നമ്മൾ പഠിച്ചു. ഇവിടെ തേർഡ് പേഴ്സൺ സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ വാൺസ് ഉപയോഗിക്കും. ക്ലിയർ ആണല്ലോ? അപ്പം വാൺസ് ആണ്. ആ വേർഡ്സ് ഒന്നുകൂടെ നോക്കിക്കോണം, അത് ഓർത്തിരിക്കണം. ആ വേർഡ് കണ്ട നിങ്ങൾ ഉറപ്പിച്ചോണം ഇത് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കത്തില്ല. അപ്പം നമുക്ക് ഇത് എന്തിലേ ഉപയോഗിക്കത്തുള്ളൂ? സിമ്പിൾ പ്രസൻറ്റിൽ ഉപയോഗിക്കത്തുള്ളൂ. സിമ്പിൾ പ്രസൻറ്റിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദ ഹെഡ് മാസ്റ്റർ തേർഡ് പേഴ്സൺ സിംഗുലർ ആണെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും? യെസ് ഫോം ഓഫ് ദ വെർബ് വാൺസ് ഉപയോഗിക്കും. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഐ ഡാഷ് സംതിങ് ബേണിങ്. ഇതും സെയിം ആണ്. സ്മെല്ലും നമ്മൾ കണ്ടിന്യൂസിൽ ഉപയോഗിക്കത്തില്ല. അപ്പം സ്മെല്ല് അർത്ഥം നോക്കിയിട്ടാണ് കേട്ടോ. അർത്ഥം നോക്കിയിട്ടാണ് ഇത് പറയാം. അർത്ഥം നോക്കുമ്പം നമ്മൾ സ്മെല്ല് വെച്ചിട്ട് കണ്ടിന്യൂസിൽ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. ഐ ആം സ്മെല്ലിങ് സംതിങ് ബേണിങ് എന്ന് ഞാൻ ഇങ്ങനെ എനിക്ക് സ്മെല്ല് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെന്ന് നമ്മൾ ഒരിക്കലും പറയത്തില്ല. അതുകൊണ്ടാണ്. അപ്പം അർത്ഥം കൂടെ ഒന്ന് നോക്കിക്കോണം. ഇനി 6ാമത്തെ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ ക്വസ്റ്റ്യൻ. ലുക്ക് ദ സൺ ഡാഷ് ഓവർ ദ ഹിൽസ് അല്ലേ? സൺ ഡാഷ് ഓവർ ദ ഹിൽ. ഹില്ലിനപ്പുറത്ത് സൂര്യൻ ഉദിച്ച് വരുന്നുണ്ട്. എന്താ? അതിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമല്ലേ? ഹില്ലിനപ്പുറത്ത് നോക്കൂ ഹില്ലിനപ്പുറത്ത് ഇങ്ങനെ ഉദിച്ച് വരുന്നുണ്ടെന്ന് അല്ലേ? അപ്പം നമ്മൾ ഇതിനകത്ത് എന്തോന്ന് ഉപയോഗിക്കാൻ പറ്റും? റൈസിങ് ഉപയോഗിക്കാൻ പറ്റും. ഈസ് റൈസിങ് എന്നായിരിക്കും വരിക. ഇവിടെ ലുക്ക് എന്ന് പറഞ്ഞൊരു ഹിൻഡ് തന്നിട്ടുണ്ട് അല്ലേ? ക്ലിയർ ആണല്ലോ? ഹില്ലിനപ്പുറത്ത് സൂര്യൻ ഉദിക്കുകയാണ്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഐ ഡാഷ് ദ ജോഷീസ് ദിസ് ഈവനിങ്. ദ ജോഷീസ് എന്ന് പറഞ്ഞാൽ ജോഷിയുടെ ഫാമിലി മൊത്തത്തിനെയാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ദ ജോഷീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ദ ജോഷീസ് എന്നോ എന്ത് പറഞ്ഞാലും ഒരാളുടെ പേര് പറഞ്ഞ് അപ്പോസ്ട്രോഫി ഇട്ട് കഴിഞ്ഞാൽ അതിനർത്ഥം
അവരുടെ ഫാമിലി മൊത്തത്തിൽ പറയുന്നതിനാണ് പറയുന്നത്. ആ കുടുംബത്തെ മൊത്തം പറയുന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് ഐ ഡാഷ് ദ ജോഷീസ് ദിസ് ഈവനിങ് എന്ന് പറയുമ്പം ഐ ആം വിസിറ്റിംഗ് എന്താ ദിസ് ഈവനിങ് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത കാര്യമാണ്. പ്ലാൻ ചെയ്ത കാര്യം നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസിൽ പറയാൻ പറ്റും. ഇവിടെ എന്തായാലും ആ ഒരു വില്ല് തരത്തില്ല. വില്ല് തന്നാൽ അതും കറക്റ്റാണ്. അപ്പോൾ രണ്ട് ആൻസറും തരത്തില്ല. ക്ലിയർ ആണല്ലോ. അപ്പം ഐ ആം വിസിറ്റിംഗ് എന്നായിരിക്കും. ക്ലിയർ ആണല്ലോ. ഇനി ലുക്ക് അറ്റ് ദോസ് ബ്ലാക്ക് ക്ലൗഡ്സ് ഇറ്റ് ഡാഷ്. ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് ഓപ്ഷൻസ് എന്തൊക്കെയാണ്? റെയിൻ ഈസ് ഗോയിങ് ടു റെയിൻ. അവർ പ്രത്യേക ഒരു ഹിൻഡ് തരുന്നുണ്ട്. എന്ത് ഹിൻഡാണ് തന്നേക്കുന്നത്? ലുക്ക് അറ്റ് ദോസ് ബ്ലാക്ക് ക്ലൗഡ്സ്. ആ കറുത്ത മേഘങ്ങൾ നോക്കൂ. ഇറ്റ് റെയിൻസ് അല്ല, മഴ പെയ്യുമെന്നല്ല നമ്മളുണ്ട്. ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു പ്രയോഗമാണിത്. ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ എന്ന് പറഞ്ഞാൽ മഴ പെയ്യാൻ പോവുകയാണ്. ആ ക്ലൗഡിനെ നോക്കൂ, മഴ പെയ്യാൻ പോവുകയാണെന്നുള്ള അർത്ഥം വരുമ്പം നമുക്ക് ഈസ് ഗോയിങ് ടു റെയിൻ എന്നേ വരത്തുള്ളൂ. ഇനി ഓ ഡിയർ ഐ ഡാഷ്. ഇവിടെയും സെയിം തന്നെയാണ്. ഐ ആം ഗോയിങ് ടു സ്നീസ് എന്ന് പറയും. ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഐ ആം ഗോയിങ് ടു സ്നീസ് എന്ന് പറഞ്ഞാൽ ഞാൻ തുമ്മാൻ പോവുകയാണ്. ഓ ഡിയർ, അതായത് അത് ഒരാളോട് ഇപ്പം പെർമിഷൻ ചോദിക്കും പോലെ നമ്മളെന്താ പെർമിഷൻ ചോദിക്കുവാണ്. ഐ ആം ഗോയിങ് ടു സ്നീസ്. ക്ലിയർ ആണല്ലോ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഐ ഡാഷ് ഹോം ടുമാറോ. ഇതും ഓൾറെഡി പ്ലാൻഡ് ആക്ഷനാണ്. നമുക്ക് ഐ ആം ഗോയിങ് ഹോം ടുമാറോ. ഗോസും വെൻറ്റും വരത്തില്ല. ക്ലിയർ ആണെന്ന് ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഓപ്ഷൻ കൂടെ ഒന്ന് നോക്കുക. ഓപ്ഷൻ നോക്കിയിട്ട് എലിമിനേറ്റ് ചെയ്യുക. ഐയുടെ കൂടെ ഗോസ് വരുമോ? വരത്തില്ല. വെൻറ്റ് വരുമോ? ടുമാറോ ഉണ്ട്, വരത്തില്ല. അപ്പോൾ അങ്ങനെ ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ എലിമിനേറ്റ് ചെയ്യുക. അപ്പം പ്രസൻറ്റ് കണ്ടിന്യൂസ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് നോക്കാം. ഇനി പ്രസൻറ്റ് പെർഫെക്റ്റ് അല്ലേ പ്രസൻറ്റിൽ വരുന്നത്. അപ്പം പ്രസൻറ്റ് പെർഫെക്റ്റ് നമുക്ക് നോക്കാം. അതിൻ്റെ റൂൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ അത് എവിടെയൊക്കെ ഉപയോഗിക്കുന്നു പഠിക്കുന്നത്. നമ്മൾ സിമ്പിൾ പ്രസൻറ്റും പ്രസൻറ്റ് കണ്ടിന്യൂസും എങ്ങനെയൊക്കെ ഉപയോഗിക്കും, എവിടെയൊക്കെ ഉപയോഗിക്കും, ഏത് സമയത്ത് ഉപയോഗിക്കും നമ്മൾ പഠിച്ചു അല്ലേ. ഏതൊക്കെ ആക്ഷൻ വരുമ്പോഴാണ് ഉപയോഗിക്കുന്നത് നമ്മൾ പഠിച്ചു. ഇനി പ്രസൻറ്റ് പെർഫെക്റ്റ് എവിടെ ഉപയോഗിക്കുന്നു നമുക്ക് പഠിക്കണം അല്ലേ, ഏത് സമയത്ത് ഉപയോഗിക്കുന്നു. ഞാൻ പഠിപ്പിച്ചപ്പോൾ തന്നെ ടെൻസ് പഠിപ്പിച്ചപ്പോൾ തന്നെ പ്രസൻറ്റ് പെർഫെക്റ്റ് എങ്ങനെയാണ് പഠിച്ചത്? ജസ്റ്റ് കംപ്ലീറ്റഡ് ആക്ഷൻസ് പറയുമ്പം നമ്മൾ പറയുന്നതാണ്. ഫസ്റ്റ് തന്നെ നോക്കിക്കോളൂ. ഫസ്റ്റ് ഏതാ? ടു ഇൻഡിക്കേറ്റ് കംപ്ലീറ്റഡ് ആക്ടിവിറ്റീസ് ഇൻ ദ ഇമ്മീഡിയറ്റ് പാസ്റ്റ്. ഇമ്മീഡിയറ്റ് പാസ്റ്റിൽ ഒരു ആക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ, ഇമ്മീഡിയറ്റ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ഒരു ആക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ എന്ത് പറയാം? പ്രസൻറ്റ് പെർഫെക്റ്റിൽ പറയാൻ പറ്റും. ക്ലിയർ ആണോ? ഇതിനകത്ത് ജസ്റ്റ് എന്നൊരു വാക്ക് വരും. അത് നിങ്ങൾ ഓർത്തോണം. ജസ്റ്റ് എന്നൊരു വാക്ക് വന്നാൽ നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട, അത് പ്രസൻറ്റ് പെർഫെക്റ്റ് ആയിരിക്കും. ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹി ഹാസ് ജസ്റ്റ് ഗോൺ ഔട്ട്. കണ്ടോ, അയാൾ ഇപ്പോൾ പോയിട്ടേ ഉള്ളൂ. ഇറ്റ് ഹാസ് ജസ്റ്റ് സ്ട്രക്ക് 10. ഇപ്പോൾ 10 മണി അടിച്ചതേ ഉള്ളൂ അല്ലേ. ഐ ഹാവ് ജസ്റ്റ് മെറ്റ് ഹിം. ഇപ്പം അയാളെ ഞാൻ മീറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ. അതായത് ജസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുള്ള ആക്ഷൻസ് പറയാൻ നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കും. ഇനി രണ്ടാമത്തത് എന്താ? ടു എക്സ്പ്രസ് പാസ്റ്റ് ആക്ഷൻസ് ഹൂസ് ടൈം ഈസ് നോട്ട് ഗിവൺ ആൻഡ് നോട്ട് ഡെഫിനറ്റ്. നമ്മുടെ വേറൊരു കാര്യത്തിലും വേറെ ഒരു എന്താ പറയുക, ഈ സമയം കറക്റ്റ് സമയം തന്നിട്ടില്ല, ഒരു കാര്യം ചെയ്തതിൻ്റെ കറക്റ്റ് സമയം തന്നിട്ടില്ല, അല്ലെങ്കിൽ ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള സമയം. ഡെഫിനിറ്റ് ആയിട്ടുള്ള സമയം എന്ന് പറഞ്ഞാൽ എന്താ? യെസ്റ്റർഡേ, ഇന്നലെ എന്ന് പറഞ്ഞാൽ ഡെഫിനിറ്റ് ആണ് ടൈം അല്ലേ. ലാസ്റ്റ് മന്ത് ഡെഫിനിറ്റ് ആണ് അല്ലേ. കഴിഞ്ഞ മാസം എന്നല്ലേ അർത്ഥം. പ്രീവിയസ് മന്ത്, പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ ഡെഫിനിറ്റ് ആയിട്ടുള്ള ടൈമാണ്. ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ടൈം തന്നിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ടൈം മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ, ടൈം തന്നിട്ടേ ഇല്ല എങ്കിലും, അല്ലെങ്കിൽ ഡെഫിനിറ്റ് ആയിട്ടുള്ള ടൈം തന്നിട്ടില്ലെങ്കിൽ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റിലായിരിക്കും ഉപയോഗിക്കുക. ഹാവ് യു റീഡ് ഹാംലെറ്റ്? ഇതിനർത്ഥം എന്താ? നിങ്ങൾ ഹാംലെറ്റ് വായിച്ചിട്ടുണ്ടോ? അതിനർത്ഥം എപ്പോൾ, ഇന്നലെ വായിച്ചോ മെനഞ്ഞാന്ന് വായിച്ചോ, എപ്പോൾ വായിച്ചെന്ന് നമ്മളോട് ചോദിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഹാവ് യു റീഡ് ഹാംലെറ്റ് എന്ന് ചോദിക്കുമ്പം നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് തന്നെ ചോദിക്കണം. ക്ലിയർ ആണല്ലോ. ഐ ഹാവ് നെവർ നോൺ ഹിം ടു ബി ആംഗ്രി. ഐ ഹാവ് നെവർ നോൺ ഹിം ടു ബി ആംഗ്രി. ക്ലിയർ ആണല്ലോ. ഇതും എന്താ? അയാൾ ദേഷ്യപ്പെട്ട് ഞാൻ കണ്ടിട്ടില്ല. ഏത് സമയത്തെന്ന് പറയുന്നില്ല, സമയം തന്നിട്ടില്ലാത്തതുകൊണ്ട് നമുക്കിവിടെ എന്ത് പറയാം? പ്രസൻറ്റ് പെർഫെക്റ്റിൽ പറയാൻ പറ്റും. മിസ്റ്റർ ഹരി ഹാസ് ഗോൺ ടു ദുബായ്. എപ്പോൾ പോയെന്ന് പറയുന്നില്ല. ഇൻ കേസ് മിസ്റ്റർ ഹരി ഹാസ് ഗോൺ ടു ദുബായ് യെസ്റ്റർഡേ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ക്ലിയർ ആണല്ലോ. ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി മൂന്നാമത്തെ, ടു ഡിസ്ക്രൈബ് പാസ്റ്റ് ഈവൻറ്റ്സ് വെൻ വി തിങ്ക് മോർ ഓഫ് ദെയർ എഫക്റ്റ് ഇൻ ദ പ്രസൻറ്റ് ആൻഡ് ഓഫ് ദ ആക്ഷൻ ഇറ്റ് സെൽഫ്. ഒരു ആക്ഷൻ സംഭവിച്ചിട്ട് അതിൻ്റെ എഫക്റ്റ് കൂടുതലും ഇപ്പോഴാണ് അനുഭവപ്പെടുന്നതെങ്കിൽ നമ്മൾ അതിനെയും എന്ത് പറയാം? പ്രസൻറ്റ് പെർഫെക്റ്റിൽ
പറയാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രാമു ഹാസ് ഈറ്റൻ ഓൾ ദി ബിസ്ക്കറ്റ്സ്. അതിനർത്ഥം എന്താ? രാമു എല്ലാ ബിസ്ക്കറ്റ്സും കഴിച്ചു തീർത്തു. ഇപ്പം നിങ്ങൾക്ക് തരാനില്ല. എഫക്റ്റ് എന്താ? ഇപ്പം നിങ്ങൾ വന്നപ്പോൾ നിങ്ങൾക്ക് തരാൻ ബിസ്ക്കറ്റ് ഇല്ല. അത് എന്തുകൊണ്ടാണ്? രാമു എല്ലാം കഴിച്ചു തീർത്തു. അപ്പം ഒരു കാര്യം ചെയ്തതിൻ്റെ എഫക്റ്റ് ഇപ്പോഴാണ് കൂടുതലെങ്കിൽ അത് നമുക്ക് പറയാൻ വേണ്ടി ആ കാര്യം പറയാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റിൽ ഉപയോഗിക്കാം. ഐ ഹാവ് കട്ട് മൈ ഫിംഗർ. കട്ട് മൈ ഫിംഗർ എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ കട്ട് ചെയ്തു, പക്ഷേ ഇപ്പോൾ ബ്ലീഡ് ചെയ്യുന്നുണ്ട്, നല്ല ബ്ലീഡ് ചെയ്യുന്നുണ്ട്, അല്ലെ പെയിൻ ആണ്. അത് പറയാൻ വേണ്ടിയിട്ട് ആ കാര്യം പറയാൻ വേണ്ടി നമ്മൾ പറയുമ്പോൾ ഐ ഹാവ് കട്ട് മൈ ഫിംഗർ എന്ന് പറയും. ക്ലിയർ ആണല്ലോ? ഇത് ഇപ്പം ബ്ലീഡ് ചെയ്യുകയാണെങ്കിലും ഇപ്പം ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിലും പെട്ടെന്നുള്ള കാര്യമായിരിക്കില്ലേ. നേരത്തെ നടന്ന കാര്യമാണെങ്കിൽ തന്നെ അവരെന്ത് ചെയ്യുമായിരുന്നു? ബിസ്ക്കറ്റ് ആണെങ്കിൽ മേടിച്ചു വെച്ചേനെ. കണ്ടിട്ടുണ്ടായിരുന്നു, അവർ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് അത് ചെയ്യാത്തത്. അതുപോലെ ഐ ഹാവ് കട്ട് മൈ ഫിംഗർ ഇപ്പം ബ്ലഡ് ഒഴുകുകയാണെങ്കിലോ അല്ലെങ്കിൽ എന്താ പറയുക പെയിൻ എടുക്കുകയാണെങ്കിൽ അത് ഇപ്പം തൊട്ട് മുന്നേ നടന്ന കാര്യമായിരിക്കില്ലേ, ആ അർത്ഥം തന്നെ വരുന്നത്. എന്നാലും ഒന്ന് ഓർത്ത് വെച്ചേക്കണം, എഫക്റ്റ് ഇപ്പോഴാണ് കൂടുതലെങ്കിൽ നമുക്ക് കൂടുതലും എന്ത് ചെയ്യാൻ പറ്റും? ഒരു കാര്യം ചെയ്തിട്ട് അതിൻ്റെ എഫക്റ്റ് ഇപ്പോഴും നിലനിൽക്കുകയാണെങ്കിൽ നമുക്കതിനെ പ്രസൻറ്റ് പെർഫെക്റ്റിൽ പറയാൻ പറ്റും. ക്ലിയർ ആണോ? ഇനി ഐ ഹാവ് ഫിനിഷ്ഡ് മൈ വർക്ക്. അതിനർത്ഥം എന്താ? ഞാനിപ്പോൾ ഫ്രീ ആണ്. അതിൻ്റെ എഫക്റ്റ് എന്താ? ഫിനിഷ്ഡ് മൈ വർക്കല്ല മെയിൻ കാര്യം, ഇപ്പം ഞാൻ ഫ്രീ ആണ്. അത് പറയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നാലാമത്തത്, ടു ഡിനോട്ട് ആൻ ആക്ഷൻ ബിഗിനിങ് അറ്റ് സം ടൈം ഇൻ ദ പാസ്റ്റ് ആൻഡ് കണ്ടിന്യൂയിങ് അപ് ടു ദ പ്രസൻറ്റ് മൊമെൻറ്റ്. ഒരു കാര്യം പാസ്റ്റിൽ തുടങ്ങിയിട്ട് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യും. നമ്മൾ ഒരു കാര്യം കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കാൻ നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ് പഠിച്ചത്. ഇത് ഓർത്തോണം, ഇത് നമ്മൾ കൺഫ്യൂസ് ആകരുത്. നമ്മൾ ഓർക്കുന്നുണ്ടോ? ചില വേർഡ്സ് നമ്മൾ അതിൻ്റെ മീനിങ് വെച്ചിട്ട് നമ്മൾ കണ്ടിന്യൂസിൽ ഉപയോഗിക്കത്തില്ല എന്ന് പഠിച്ചു. അപ്പം നമുക്ക് അതിനെ കണ്ടിന്യൂസിൽ പറയണമെങ്കിൽ, അതായത് കുറച്ച് പാസ്റ്റിൽ തുടങ്ങിയിട്ട് ഇപ്പോഴും അത് നടക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് പറയണമെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് അല്ല ഉപയോഗിക്കുക. ഇവിടെ നമ്മൾ എന്താ ഉപയോഗിക്കുക? ഇവിടെ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റിലായിരിക്കും ഉപയോഗിക്കുക. ക്ലിയർ ആയോ? ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഇത് ഓർക്കണം. അവിടെയും നാലാമത്തെ പോയിന്റ് തന്നെ ആയിരുന്നു, ചില കാര്യങ്ങൾ നമ്മൾ എന്താ കണ്ടിന്യൂസ് ടെൻസിൽ പറയത്തില്ല. ആ കണ്ടിന്യൂസ് ടെൻസിൽ അതിൻ്റെ മീനിങ് വെച്ചിട്ട് അതിനെ കണ്ടിന്യൂസ് ടെൻസിൽ പറയത്തില്ല എന്ന് പറഞ്ഞു. അത് ആ കണ്ടിന്യൂസ് ടെൻസിൽ നമ്മളിവിടെ പ്രസൻറ്റ് പെർഫെക്റ്റിൽ പറയും, കണ്ടിന്യൂസ് ആയിട്ടുള്ള കാര്യം ഡിനോട്ട് ചെയ്യാൻ വേണ്ടി. നിങ്ങൾ ഈ ആൻസേഴ്സ് നോക്കുമ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ക്ലിയർ ആയോ? ഞാൻ ഒന്ന് എക്സാമ്പിൾസ് നോക്കിക്കോളൂ, ഇപ്പം മനസ്സിലാവും. ആൻസേഴ്സ് അല്ല, എക്സാമ്പിൾ, സോറി. ഐ ഹാവ് നോൺ ഹിം ഫോർ എ ലോങ് ടൈം എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് ഇയാളെ കുറേ കാലമായിട്ട് അറിയാം. കണ്ടിന്യൂസിൽ പറയത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, അറിഞ്ഞുകൊണ്ടേ ഇരിക്കുമായിരുന്നു, നമ്മൾ പറയത്തില്ല. എനിക്കറിയാം അല്ലേ, ഇയാളെ എനിക്ക് കുറേ നാളായിട്ട് അറിയാമെന്നേ പറയത്തുള്ളൂ. അപ്പം നോ അവിടെ വരത്തില്ല, അതിന് പകരം നമ്മൾ ഇവിടെ പറയും ഫോർ എ ലോങ് ടൈം. പിന്നെ ഹി ഹാസ് ബീൻ ഇൽ സിൻസ് ലാസ്റ്റ് വീക്ക്. ക്ലിയർ ആണോ? ഇവിടെ എന്താ? അദ്ദേഹത്തിന് കഴിഞ്ഞ ആഴ്ച മുതൽ സുഖമില്ല. അർത്ഥം എന്താ? ഇപ്പോഴും സുഖമില്ല. ഹി വാസ് ഇൽ ലാസ്റ്റ് വീക്ക് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്കെന്ത് പറയാം? അദ്ദേഹത്തിന് കഴിഞ്ഞ ആഴ്ച സുഖമില്ലായിരുന്നു എന്നാണ് അർത്ഥം. ഇതെന്താ പറഞ്ഞത്? ഹി ഹാസ് ബീൻ ഇൽ സിൻസ് ലാസ്റ്റ് വീക്ക് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച മുതൽ സുഖമില്ല, ഇപ്പോഴും സുഖമില്ല എന്നാണ് അതിനർത്ഥം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വീക്ക് എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ? പാസ്റ്റ് ടൈം അല്ലേ. പാസ്റ്റ് ടൈം ആവുമ്പം ഇത് എന്ത് ചെയ്യും? നമുക്ക് പാസ്റ്റ് ടെൻസിലേ ഉപയോഗിക്കാവുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എന്താ, ലാസ്റ്റ് വീക്ക് വന്നിട്ടും നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റിലാണ് പറയണം. എന്തുകൊണ്ടാണ്? ഇവിടെ സിൻസ് ഒന്ന് വന്നിട്ടുണ്ട്. സിൻസും ഫോറും വന്നാൽ അത് നമ്മൾ എന്താ കണ്ടിന്യൂസ് ആയിട്ടുള്ള ആക്ഷൻ പറയാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ അവിടെ കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കാൻ പറ്റാത്ത വേർഡ് ഇവിടെ കണ്ടിന്യൂസിൽ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ സിൻസും ഫോറും ഉപയോഗിക്കണം. സിൻസും ഫോറും നമ്മൾ വെരി ക്ലിയർ ആയിട്ട് അടുത്ത പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ പഠിക്കും. ഇപ്പം നിങ്ങൾ മനസ്സിലായിക്കണം, പാസ്റ്റ് ടൈമിൻ്റെ കൂടെ സിൻസോ ഫോറോ വന്നാൽ നിങ്ങൾ ഒന്നുകിൽ പ്രസൻറ്റ് പെർഫെക്റ്റിൽ ഉപയോഗിക്കും, അല്ലെങ്കിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ ഉപയോഗിക്കും. അത് ഉറപ്പാണ്. പക്ഷേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു, ചില കാര്യങ്ങൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പറയില്ല. ആ കണ്ടിന്യൂസ് ആയിട്ട് പറയാത്ത വേർഡ്സ് വരുമ്പം അത് പ്രസൻറ്റ് പെർഫെക്റ്റിലായിരിക്കും വരിക. നിങ്ങൾ കൺഫ്യൂസ് ആക്കണ്ട. നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസിൽ കുറേ വാക്ക് കണ്ടിന്യൂസിൽ ഉപയോഗിക്കത്തില്ലെന്ന് പറഞ്ഞില്ലേ, ആ വേർഡ് ഇവിടെ വന്നിട്ട് പിന്നെ സിൻസും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പ്രസൻറ്റ് പെർഫെക്റ്റ് ആയിരിക്കും ഉപയോഗിക്കേണ്ടത്. ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഐ ഹാവ് നോൺ ഹിം ഫോർ എ ലോങ് ടൈം. കണ്ടോ, ഫോർ എ ലോങ് ടൈം, കുറേ നാളായിട്ട് അറിയാം. ഇവിടെ ലാസ്റ്റ് വീക്കാണ് നിങ്ങൾക്ക് പ്രശ്നം. ഏതാ? ഹി ഹാസ് ബീൻ ഇൽ സിൻസ് ലാസ്റ്റ് വീക്ക്. ലാസ്റ്റ് വീക്ക് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടൈമാണ്. അവിടെ സിൻസോ ഫോറോ വന്നാൽ അർത്ഥം മാറും.
ലാസ്റ്റ് വീക്കാണ്, ലാസ്റ്റ് വീക്ക് മുതൽ എന്നാണ് അർത്ഥം. അപ്പം ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നു എന്നുള്ളൊരു അർത്ഥം വരും അവിടെ. ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, കമൻറ്റ് ചെയ്ത് ചോദിക്കുക, നമുക്ക് ക്ലിയർ ചെയ്യാൻ നോക്കാം. ക്ലിയർ ആയല്ലോ? ഇനി വി ഹാവ് ലിവ്ഡ് ഹിയർ ഫോർ 5 years. ക്ലിയർ ആണോ? 4-5 years, 5 വർഷങ്ങളായി ഞങ്ങളിവിടെ ജീവിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഇപ്പോഴും ജീവിക്കുന്നു എന്നാണ് അതിനർത്ഥം. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി വി ഹാവൻ സീൻ ഹിം ഓർ ഹെർ ഫോർ സെവറൽ മന്ത്സ്. കുറേ മാസങ്ങളായി ഞാൻ അവനെ കണ്ടിട്ട്. മനസ്സിലായില്ലേ? കുറേ മാസങ്ങളായി ഞാൻ അവനെ കണ്ടിട്ടില്ല. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി 4ാമത്തെ ക്ലിയർ ആണല്ലോ? ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. കണ്ടിന്യൂസിൽ വരാത്തത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പറയാൻ ഇവിടെ പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കും. ക്ലിയർ ആണല്ലോ? അത് അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. ഇനി ദ ഫോളോയിങ് വേർഡ്സ് ക്യാൻ ബി യൂസ്ഡ് വിത്ത് ദ പ്രസൻറ്റ് പെർഫെക്റ്റ്. നമ്മൾ ഇപ്പോൾ കുറച്ച് മുന്നേ തന്നെ ഞാൻ പറഞ്ഞു തന്നു, പ്രസൻറ്റ് കണ്ടിന്യൂസിൽ കുറച്ച് വേർഡ്സ് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസിൽ ഉപയോഗിക്കത്തില്ല. ഇവിടെ എന്താ? ഇവിടെ കുറച്ച് വേർഡ്സ് പ്രസൻറ്റ് പെർഫെക്റ്റിൽ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസിൽ പഠിച്ചു കുറച്ച് വേർഡ്, അതിൻ്റെ മീനിങ് വെച്ചിട്ട് പ്രസൻറ്റ് കണ്ടിന്യൂസിൽ ഉപയോഗത്തിക്കത്തില്ല എന്ന് പഠിച്ചു. ഇവിടെ നമ്മൾ എന്താ പഠിക്കുന്നത്? ഈ വേർഡ് ഇപ്പം ഞാൻ താഴെ പറയാൻ പോകുന്ന വാക്കുകൾ വന്നു കഴിഞ്ഞാൽ അത് എന്ത് വന്നാലും പ്രസൻറ്റ് പെർഫെക്റ്റ്ലേ വരത്തുള്ളൂ. നിങ്ങൾ ക്വസ്റ്റ്യൻസിൽ ഈ വേർഡ് കണ്ടു കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻസിൽ ഈ താഴെ പറയാൻ പോകുന്ന വേർഡ്സ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും നോക്കണ്ട, അത് പ്രസൻറ്റ് പെർഫെക്റ്റ് തന്നെ ആയിരിക്കും. ഉറപ്പാണ്, അതിലൊരു മാറ്റം വരത്തില്ല. ഞാൻ പറയാം, വേർഡ്സ് പറയാം. നെവർ, എവർ, സോ ഫാർ, ടിൽ നൗ, യെറ്റ്, അപ് ടു നൗ, റീസൺലി, ഓൾറെഡി, ടുഡേ, ദിസ് വീക്ക്, ദിസ് മന്ത്, എറ്റ്സെട്ര. കണ്ടോ? ദിസ് വീക്ക്, ദിസ് മന്ത് എന്നൊക്കെ. പക്ഷേ നിങ്ങൾ സിൻസും ഫോറും വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണം. പാസ്റ്റ് ആണെങ്കിലും ചിലപ്പോഴല്ല, പാസ്റ്റ് ആണെങ്കിലും സിൻസും ഫോറും വന്നു കഴിഞ്ഞാൽ, പാസ്റ്റ് ആണെങ്കിലും അതിനർത്ഥം അത് മുതലെന്നാണ്. അത് മുതൽ ഇപ്പോഴും കണ്ടിന്യൂ എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും? പ്രസൻറ്റ് പെർഫെക്റ്റിൽ ഉപയോഗിക്കും. അതൊന്ന് ഓർത്തോണം. അല്ലാത്ത പക്ഷം ഈ വാക്കുകളായിരിക്കും വരിക. ഈ വാക്കുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്താ പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാൻ പറ്റും. ദിസ് വീക്ക്, ദിസ് മന്ത് എന്ന് പറഞ്ഞാൽ ഡെഫിനിറ്റ് അല്ല ടൈം. ഈ മാസം, ഇന്നും ഈ മാസമാണ്. അത് അങ്ങനെ നിങ്ങൾ വിചാരിച്ച് വെച്ചാൽ മതി. ഈ ദിസ് വീക്ക് എന്ന് പറഞ്ഞാൽ ഇന്നും ഈ വീക്കിൽ പെടും. മനസ്സിലായല്ലോ? ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലിയർ ആണോ? ഇനി പ്രസൻറ്റ് പെർഫെക്റ്റ് ഈസ് നെവർ യൂസ്ഡ് വിത്ത് പാസ്റ്റ് ടൈം. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പാസ്റ്റ് ടൈം വരുമ്പം പാസ്റ്റ് ടൈം കറക്റ്റായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാൻ പറ്റില്ല. ഹി ഹാസ് ഗോൺ ടു കേരള യെസ്റ്റർഡേ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഉറപ്പാണോ? മനസ്സിലായല്ലോ? ഹി വെൻറ്റ് ടു കേരള യെസ്റ്റർഡേ എന്നേ പറയത്തുള്ളൂ. പക്ഷേ ഒരു കാര്യം, നിങ്ങൾ സിൻസും ഫോറും വരുന്ന കാര്യം ഒന്ന് ഓർത്ത് വെച്ചോണം. അത് മറക്കരുത് കേട്ടോ. ഇനി എനിക്ക് തോന്നും നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളിന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മളിന്ന് ഫസ്റ്റ് പ്രസൻറ്റ് പെർഫെക്റ്റ് എവിടെ ഉപയോഗിക്കുമെന്ന് പഠിച്ചു. ജസ്റ്റ് കംപ്ലീറ്റഡ് ആക്ഷന് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുമെന്ന് പറഞ്ഞു അല്ലേ? എന്നിട്ടെന്താ? ഒരു ഡെഫിനിറ്റ് ടൈം തന്നിട്ടില്ലാത്തതിന് നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റിൽ ഉപയോഗിക്കാമെന്ന് പഠിച്ചു. പിന്നെ എന്താ പഠിച്ചേ? ഒരു ആക്ഷൻ കഴിഞ്ഞു, അതിൻ്റെ എഫക്റ്റ് ഇപ്പോഴാണ് തുടരുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത് പ്രസൻറ്റ് പെർഫെക്റ്റിൽ ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? ഒരു കണ്ടിന്യൂസ് ആക്ഷൻ, ചില ആക്ഷൻസ് കണ്ടിന്യൂ ചെയ്യും. കുറച്ച് മുന്നേ തുടങ്ങി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത് നമ്മൾ കണ്ടിന്യൂസിൽ പറയാൻ പറ്റില്ല. അതിൻ്റെ മീനിങ് വെച്ചിട്ട് നമുക്ക് കണ്ടിന്യൂസിൽ പറയാൻ പറ്റാത്ത വേർഡ്സ് വരും. അതിനെ നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റിൽ പറയാമെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? പിന്നെ കുറച്ച് വേർഡ്സ് വന്നു കഴിഞ്ഞാൽ ആ വേർഡ്സ് ഒരു സെൻറ്റൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അത് പ്രസൻറ്റ് പെർഫെക്റ്റിലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ പഠിച്ചു. ആ വേർഡ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കി. പിന്നെ വേറെന്താ? പിന്നെ പാസ്റ്റ് ടൈം ഡെഫിനിറ്റ് ടൈം തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സിമ്പിൾ പാസ്റ്റാണ് ഉപയോഗിക്കേണ്ടതെന്ന് പഠിച്ചു. ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമുക്ക് നോക്കാം. ഇനി നമുക്ക് എന്താ, കുറച്ച് എക്സസൈസ് തന്നിട്ടുണ്ട്. എക്സസൈസ് നോക്കുക. നിങ്ങൾ എന്നും ചെയ്യുമ്പോൾ തന്നെ എക്സസൈസ് ചെയ്ത് നോക്കുക. ഞാനിങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്നറിയോ? ഇത് നിങ്ങൾ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പഠിച്ച വെച്ചിട്ട് നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കും ചെയ്യാൻ. അല്ല ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിട്ടുപോകും. നിങ്ങൾ അത് ചെയ്യും. ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ്സിന് ഞാൻ ഒന്നും കൂടെ പറയുമ്പം ഇത് റിവൈസും കൂടെ ആവും. 2 കാര്യമാവും. അതുകൊണ്ടാണ് ഇങ്ങനെ തരുന്നത്. ക്വസ്റ്റ്യൻ ഞാൻ ഇന്ന് തരുന്നു, നിങ്ങൾ വർക്കൗട്ട് ചെയ്യും, നിങ്ങൾ ആൻസർ ചെയ്ത് വെക്കുക. ഞാൻ എന്നിട്ട് അടുത്ത ക്ലാസ്സിന് വരുമ്പോൾ
പറഞ്ഞുതരാം. അപ്പം നിങ്ങൾക്ക് ഒരു റിവിഷനും ആവും, പിന്നെ അടുത്തത് പഠിക്കുമ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു പോവുകയും ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? ഇപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവർക്കും ഇത് നല്ലോണം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. എവിടെയെങ്കിലും മനസ്സിലായി നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ ക്ലാസ് എടുക്കാം. ഏതാ മനസ്സിലാവാത്തതെന്ന് പറഞ്ഞാൽ അത് ഞാൻ അവിടെ തന്നെ പറഞ്ഞു തരാൻ നോക്കാം, അല്ലെങ്കിൽ ഒരു ഷോർട്ട് വീഡിയോ എല്ലാം ഇടാൻ നോക്കാം. പിന്നെ ഞാൻ ഈ ഫോറിൻ വേർഡ്സ് ഷോർട്ട് വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ഫോറിൻ വേർഡ്സ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കാം, അതൊക്കെ ഒന്ന് കാണുക. ഓക്കെ, ബാക്കി കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.